അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് സെബി? സെബിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അതായത് സെബിയുമായിട്ട് കറക്റ്റ് അല്ലാതെ മാച്ച് അല്ലാതെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അറിയാലോ, സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് സെബി എന്ന് പറയുന്നത് ഒരു ക്വൈസി ജുഡീഷ്യലും ക്വൈസി എക്സിക്യൂട്ടീവും ക്വൈസി ലെജിസ്ലേറ്റീവ് ബോഡി എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെയും ഇന്റർമീഡിയറീസിന്റെയും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സെബി എന്നാണ് തന്നിരിക്കുന്നത്. മൂന്നാമത് തന്നിരിക്കുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി ആക്ട്, അതായത് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്യൂരിറ്റി ആക്ട് 1956 പ്രകാരമാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ചെയ്തേക്കുന്നത് ഇത് കോൺസിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 1986 കോൺസിക്യൂട്ട് ചെയ്തേക്കുന്നത് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെബിയെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു രീതിയിൽ സെബിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്താണ് സെബി? ഫസ്റ്റ് ഫുൾ ഫോം എല്ലാവർക്കും അറിയാവുന്നതാണ്. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ എന്താണ് ഒരു ആകാംക്ഷ മൂലം നമുക്ക് തെറ്റിപ്പോവാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ സെബിയുടെ ചിലപ്പോൾ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി. എന്തിനു വേണ്ടിയാ? ഫോർ സെക്യൂരിറ്റി ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സെക്യൂരിറ്റീസിനും കമ്മോഡിറ്റി മാർക്കറ്റിനുമുള്ള ഒരു റെഗുലേറ്ററി, ആ ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഏതെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻ ഓഫ് മിനിസ്റ്ററി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് എന്തെന്ന് പറയുന്നത് ഈ സെബി എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻ ഓഫ് മിനിസ്റ്ററി ഓഫ് ഫിനാൻസ് വിത്തിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർ വരുന്ന മിനിസ്റ്ററി ഓഫ് ഫിനാൻസിനകത്ത് വരുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് എന്തെന്ന് പറഞ്ഞാൽ സെബി. അപ്പൊ ഒന്ന് കിട്ടിയല്ലോ സെബിയുടെ ഫുൾ ഫോം ആയി. ഇത് എന്താണ്? സെക്യൂരിറ്റി മാർക്കറ്റ്സിനെയും കമ്മോഡിറ്റി മാർക്കറ്റ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഇത് ഏതിനകത്ത് വരുന്നതാണ്? മിനിസ്റ്ററി ഓഫ് ഫിനാൻസിനകത്ത് വരുന്നതാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്താണ്? ഏപ്രിൽ 12, 1988 ഏത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തായിട്ട്? ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് ഏപ്രിൽ 12, 1988 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് സെബി എന്ന് പറയും. ഇനി സെബിയുടെ അതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ അതിന് കിട്ടിയത് സെബി ആക്ട് ആണ്. എന്നാണ്? 1992 സെബി ആക്ട് പ്രകാരം ജനുവരി 30, 1992 അതിന് എന്ത് കിട്ടിയ? സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയ. അപ്പൊ 2 വർഷം കൊണ്ട് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 ഏപ്രിൽ 12. ഇനി ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് സെബി ആക്ട് 1992 പ്രകാരമാണ്. അത് എന്നാ കിട്ടിയത്? ജനുവരി 30, 1992 സെബിക്ക് അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത്. ഇനി സെബിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്വൈസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വൈസി എക്സിക്യൂട്ടീവ് ബോഡിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സിക്യൂട്ടീവ് ബോഡിയാണെന്ന് പറഞ്ഞു. ആൻഡ് ക്വൈസി ലെജിസ്ലേറ്റീവ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? ഈ സെബി എന്ന് പറയുന്നത്. സെബിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിന്റെയും ഇന്റർമീഡിയറീസിന്റെയും ഇഷ്യൂവേഴ്സിന്റെയും എല്ലാം എന്ത് പ്രൊട്ടക്ട് ചെയ്യുക? ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്ന ഒരു ലക്ഷ്യമാണ് ഏതിനുള്ളത്? സെബിക്കുള്ളത്. അപ്പൊ സെബിയുടെ കാര്യം എന്തൊക്കെയാണ് ഓർക്കണം? അതിന്റെ ഫുൾ ഫോം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതെന്താണ്? ഒരു റെഗുലേറ്ററി ബോഡിയാണ്. എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ എന്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്? സെക്യൂരിറ്റി മാർക്കറ്റിനെയും കമ്മോഡിറ്റി മാർക്കറ്റിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന മിനിസ്റ്ററി ഓഫ് ഫിനാൻസിൽ വിത്തിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വരെ മിനിസ്റ്ററി ഓഫ് ഫിനാൻസിന്റെ ഒരു റെഗുലേറ്ററി അണ്ടറിൽ വരുന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെബി എന്ന് പറയും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? ഏപ്രിൽ 12, 1988 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന് പവർ കിട്ടുന്നത് എന്നാണ്? സെബി ആക്ട് 1992 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടുന്നത് ജനുവരി 30, 1992 വന്നേക്കുന്നത്. ഈ സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വൈസി എക്സിക്യൂട്ടീവ് ബോഡിയാണ്, ക്വൈസി ജുഡീഷ്യൽ ബോഡിയാണ്, ക്വൈസി ലെജിസ്ലേറ്റീവ് ബോഡിയാണ് എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്.
സെബിയുടെ പ്രൈമറി എയിം അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഇന്റർമീഡിയറീസിന്റെയും ഇഷ്യൂവേഴ്സിന്റെയും ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ഫെയർ ആൻഡ് ട്രാൻസ്പെയറന്റ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ആർക്കുള്ളത്, സെബിക്കുള്ളത്. ഇത്രയും ഒരു കാര്യം നമ്മൾ സെബിയെ പറ്റി ഓവറായിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു നോക്കിയേ. ഒന്നാമത് ഇറ്റ് ഈസ് എ ക്വൈസി ജുഡീഷ്യൽ, ക്വൈസി എക്സിക്യൂട്ടീവ്, ക്വൈസി ലെജിസ്ലേറ്റീവ് ബോഡി. അതെന്താണ്? സെബിയുമായി ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മോട് ചോദിച്ചേക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഒന്നാമത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്ന ഏതെങ്കിലും ഉണ്ട്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ എന്തായാലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം. ദെൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. ബിക്കകത്ത് എന്തുണ്ട്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ സിയും ഡിയും ആണ് നമുക്ക് മുമ്പിലുള്ളത്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ബാക്കി രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇന്റർമീഡിയറീസ് ആൻഡ് ഇഷ്യൂവർ ഓഫ് സെക്യൂരിറ്റീസ്. ശരിയല്ലേ? സെബിയുടെ ബേസിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റേഴ്സിന്റെയും ഇന്റർമീഡിയറീസിന്റെയും ഇഷ്യൂവേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഫെയർ ആൻഡ് ട്രാൻസ്പെയറന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക. അതെന്താണ്? സെബിയുടെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇൻകറക്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ബി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ബി എലിമിനേറ്റ് ചെയ്യുക. ബി മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ മുമ്പ് ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഏതേ ഉള്ളൂ? സിക്കകത്ത് ഏതുണ്ട്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെബിയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ അല്ലാത്തതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഏതാ കറക്റ്റ് വരുന്ന ആൻസർ ഏതാണ്? ഡി ആണ് വരുന്നത്. നമുക്ക് എന്തായാലും ബാക്കി കൂടെ നോക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏതാണ്? സെക്യൂരിറ്റി ആക്ട്, മീൻസ് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്യൂരിറ്റി ആക്ട് 1956 പ്രകാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെബി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സെബി പിന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയിരിക്കുന്നത് സെബി ആക്ട് പ്രകാരമാണ്. സെബി ആക്ട് 1992 പ്രകാരം 30th ജാനുവരി 1992 അതിന് എന്ത് കിട്ടിയത്? സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയേക്കുന്നത്. ഒരിക്കലും എന്തല്ല 1956 സെക്യൂരിറ്റി ആക്ട് പ്രകാരമല്ല, സെബി ആക്ട് 1992 പ്രകാരമാണ്. ഇനി ഇത് കോൺസിക്യൂട്ട് ചെയ്തേക്കുന്നത് ഏപ്രിൽ 1986 പറഞ്ഞേക്കുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്? 12th ഏപ്രിൽ 1988 സെബി എന്ത് ചെയ്തേക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമ്മൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് വരുന്ന ഏതാണ്? ഓപ്ഷൻ വരുന്നത് ഡി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കാതാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ സെബി കണ്ടു, കറക്റ്റും കണ്ടു. അപ്പൊ നമ്മൾ വിചാരിക്കുക സെബിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് വിചാരിച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1ഉം 2ഉം കാണുമ്പോൾ നമ്മൾ കയറി പെട്ടെന്ന് ഏത് ബബിൾ ചെയ്യും? എ ബബിൾ ചെയ്യും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് സെബിയുമായി ബന്ധപ്പെട്ട് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അത് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് വരുന്ന ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബിയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കമ്പനി ലോയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന കോർട്ട്, ഓപ്ഷൻ ബി മാനേജർ, ഓപ്ഷൻ സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോർട്ടിന്റെ കേസ്. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. കമ്പനി ആക്ട് പ്രകാരം, അതായത് 1956 ഉണ്ട്, അത് അമെൻമെന്റ് ചെയ്ത് 2030 അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ കമ്പനി ആക്ട് 2030 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിനാണ് അതോറിറ്റി ഉള്ളത്. എന്തിനുള്ള അതോറിറ്റിയാണ്? ടു അപ്പോയിൻമെന്റ് ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഫോർ എ കമ്പനി. ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കാണുള്ളത്? സെൻട്രൽ ഗവൺമെന്റിനാണുള്ളത്. കമ്പനീസിന്റെ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യലായിട്ടുള്ള ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്.
ഏത് ആക്ട് പ്രകാരം? കമ്പനീസ് ആക്ട് 2030 പ്രകാരം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് വരും, ഓപ്ഷനകത്ത് കോർട്ട് ഉണ്ടല്ലോ, അപ്പൊ കോർട്ട് അല്ലേ എന്നുള്ളത്. കോർട്ടിന്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇനിഷ്യേറ്റ് ദ വൈൻഡിങ് എ പ്രോസസ്. ആ വൈൻഡിങ് എ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ആരുടെ റോൾ എന്ന് പറയുന്നത്? കോർട്ടിന്റെ റോള്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ലിക്വിഡേറ്ററിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഈ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കോർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റിംഗ് പ്രോസസ്സ് ചെയ്യാനുള്ള റോള് കോർട്ടിനാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആര്? സെൻട്രൽ ഗവൺമെന്റ്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2030 പ്രകാരം. അപ്പോൾ 26ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും കമ്പനി ലോയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓഡിറ്റ് കമ്മിറ്റി മീറ്റ് അറ്റ്ലീസ്റ്റ് ഡാഷ് ടൈംസ് ഇൻ എ ഇയർ. ഇൻ എ ഇയറിൽ അറ്റ്ലീസ്റ്റ് എത്ര ടൈമിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി അവരുടെ മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? എത്ര ടൈംസിൽ? അറ്റ്ലീസ്റ്റ് ഡാഷ് ടൈംസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓപ്ഷൻ എ തന്നേക്കുന്നത് 5 ടൈംസ്, ഓപ്ഷൻ ബി 4 ടൈംസ്, ഓപ്ഷൻ സി 2 ടൈംസ് ആൻഡ് ഓപ്ഷൻ ഡി 3 ടൈംസ്. അപ്പോൾ എന്താണ് ഈ ഓഡിറ്റ് കമ്മിറ്റി? ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നോക്കിയേ, ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനീസിന്റെ ഗവേൺ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് കമ്പനീസിന്റെ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഇന്റേണൽ കൺട്രോള്, ഓഡിറ്റ്, അതിലെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റി. അതായത് കമ്പനീസിനകത്ത് റെഗുലറായിട്ട് ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ടോ, ബേസ്ഡ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണോ ഈ ഓഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്, ഇന്റേണൽ കൺട്രോള്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയും. ഇന്ത്യയിൽ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഗവേൺ ചെയ്യുന്ന കുറച്ച് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കമ്പനി ആക്ട് 2030യും അതുപോലെ സെബിയുടെ ഏതാണ്? ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ഇത് പ്രകാരം ഉള്ള റെഗുലേഷൻ 2050, കമ്പനി ആക്ട് 2030യും അതിലെ സെബി റെഗുലേഷൻ ആക്ട് 2050 പ്രകാരവും ഫോർ ലിസ്റ്റഡ് കമ്പനീസിനാണ് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആസ് പെർ റെഗുലേഷൻ 80 സബ്സെക്ഷൻ എ സബ് എ ഓഫ് സെബി ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ്റെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് റെഗുലേഷൻ 2015 പ്രകാരം ഒരു ഓഡിറ്റ് കമ്മിറ്റി, ലിസ്റ്റഡ് കമ്പനിയുടെ ഒരു ഓഡിറ്റ് കമ്മിറ്റി അറ്റ്ലീസ്റ്റ് 4 ടൈംസ് ഇൻ ആൻ ഇയർ, ഒരു ഇയറിൽ 4 ടൈംസ് അറ്റ്ലീസ്റ്റ് എന്ത് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് ആക്ട് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് 2030യും സെബിയുടെ ഏത് റെഗുലേഷനാണ്? ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് റെഗുലേഷൻ 2050 പ്രകാരവും ഒരു ലിസ്റ്റഡ് കമ്പനി അറ്റ്ലീസ്റ്റ് 4 ടൈംസ് ഇൻ ആൻ ഇയറിൽ എന്ത് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ആ മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് 4 ടൈംസിലെ മീറ്റിംഗ് ഹെൽഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മാക്സിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായിരിക്കണം? 120 ഡേയ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്. 2 കോൺസിക്യൂട്ടീവ് മീറ്റിംഗിനിടയിൽ മാക്സിമം 120 ഗ്യാപ്പിലും ഉണ്ടായിരിക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചു. ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന കമ്പനി ആക്ട് 2030യും അതിലെ സെബിയുടെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് റെഗുലേഷൻ 2050 പ്രകാരം ലിസ്റ്റഡ് കമ്പനി എത്ര ടൈംസ് ആണ്? അറ്റ്ലീസ്റ്റ് 4 ടൈംസ് മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 2 കോൺസിക്യൂട്ടീവ് മീറ്റിംഗിനിടയിൽ മാക്സിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 120 ആയിരിക്കണം ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അറ്റ്ലീസ്റ്റ് എത്ര മീറ്റിംഗ് ഹെൽഡ് ചെയ്യണം പറഞ്ഞാൽ 4 മീറ്റിംഗും മാക്സിമം ഗ്യാപ്പ് 2 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ് ഇടയിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എത്രയാണ്? 4 ടൈംസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? 4 ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എവരി പബ്ലിക് കമ്പനി മസ്റ്റ് അറ്റ്ലീസ്റ്റ് ഹാവ് എ ഡാഷ് ഡയറക്ടേഴ്സ്. എല്ലാ പബ്ലിക് കമ്പനീസിലും അറ്റ്ലീസ്റ്റ് എത്ര ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം? ഓപ്ഷൻ എ 3, ബി പറഞ്ഞിരിക്കുന്നത് 1, സി പറഞ്ഞിരിക്കുന്നത് 2, ഡി പറഞ്ഞിരിക്കുന്നത് 5. അപ്പോൾ നമുക്ക് അതൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇന്ത്യയിൽ
ഒരു പബ്ലിക് കമ്പനീസിന്റെ, അതായത് കമ്പനി ആക്ട് 2030 പ്രകാരം അവിടെ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സെക്ഷൻ എത്രയാണ്? 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാ പബ്ലിക് കമ്പനീസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പബ്ലിക് കമ്പനീസ് ആണ്, അപ്പൊ എല്ലാ പബ്ലിക് കമ്പനീസും കുറഞ്ഞത് എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. എല്ലാ പബ്ലിക് കമ്പനീസിനും അറ്റ്ലീസ്റ്റ് എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 ഡയറക്ടേഴ്സ്. ഏത് ആക്ട് പ്രകാരമാണ്? സെക്ഷൻ 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എ പ്രകാരം എത്ര ഡയറക്ടേഴ്സ് ആണ് വേണ്ടത്? അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് എങ്കിലും എല്ലാ പബ്ലിക് കമ്പനീസിനും ഉണ്ടായിരിക്കണം. ഇനി പബ്ലിക് കമ്പനീസിന് അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനീസിന് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്, OPC എന്ന് പറഞ്ഞാൽ 1% കമ്പനീസിന് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടേഴ്സ്. എങ്ങനെയാണ്? 1% കമ്പനിക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ്, പബ്ലിക് ആണെങ്കിൽ എത്രയാണ്? 3 ഡയറക്ടേഴ്സ് എന്നാണ് വേണ്ടത്. സെക്ഷൻ 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എ ഓഫ് കമ്പനീസ് ആക്ട് 2030 പ്രകാരം എവറി പബ്ലിക് കമ്പനി ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് എത്ര ഡയറക്ടേഴ്സ്? 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം ഏതാണ്? പബ്ലിക് കമ്പനി ആയതുകൊണ്ട് 1% കമ്പനിയാണ്. 1% കമ്പനി ആണെങ്കിൽ 1 ഡയറക്ടറും, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2, പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1% ആണെങ്കിൽ 1% കമ്പനി ആണെങ്കിൽ 1, പ്രൈവറ്റ് ആണെങ്കിൽ 2. 5 കോൺസെപ്റ്റ് വരുന്നില്ല. പബ്ലിക് ആകുമ്പോൾ എത്ര വരുന്നത്? 3 ഡയറക്ടേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, 3 ഡയറക്ടേഴ്സ്. ആ സെക്ഷൻസും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ നമുക്ക് സെക്ഷൻസ് ഒക്കെ മേ ബി കയറി ചോദിച്ചേക്കാം. സെക്ഷൻ ഏതാണ്? അതായത് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, പബ്ലിക് കമ്പനിയിലെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന കമ്പനി ആക്ട് 2030 സെക്ഷൻ എന്ന് പറയുന്നത് 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എ ആണ്. പബ്ലിക്കിൽ 3, പ്രൈവറ്റിൽ 2, 1%നകത്ത് 1 എന്നുള്ള രീതിയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്ലാക്ക് ബോക്സ് മോഡൽ ഇൻ എ മാർക്കറ്റിംഗ് റിലേറ്റഡ് ടു, മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മാർക്കറ്റ് പ്ലാനിങ്, അടുത്ത് ബി പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് മിക്സ്, സി പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് കൺട്രോള്, ഡി പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ. അപ്പൊ നമുക്ക് നോക്കാം. ഈ ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയാ? കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ബിഹേവിയർ. എങ്ങനെ കൺസ്യൂമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലേ ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ലീഡിങ് ടു സ്പെസിഫിക് റെസ്പോൺസ്. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കൺസ്യൂമറിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് സ്റ്റഡി ചെയ്യുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസ്യൂമറിന്റെ മൈൻഡ് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കൺസ്യൂമറിന്റെ മൈൻഡിനെയാണ് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ബ്ലാക്ക് ബോക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റേണൽ പ്രോസസ്സ്, അതായത് കൺസ്യൂമറിന്റെ മനസ്സിൽ കൂടെ പോകുന്ന തോട്ട്, അവരുടെ ഫീലിംഗ്, അവരുടെ പെർസെപ്ഷൻ, അതാണ് ഇന്റേണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ആർ കോംപ്ലെക്സ്, അത് വളരെ വളരെ കോംപ്ലെക്സ് ആയിരിക്കും, ഒരിക്കലും നമുക്ക് ഒബ്സർവബിൾ ആയിരിക്കണത്തില്ല. ബട്ട് ദെയർ ഇഫക്ട്സ് ആർ സ്റ്റഡി ത്രൂ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ചിട്ട് ഒരു കൺസ്യൂമേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് കൺസ്യൂമേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് മെന്റാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്? കൺസ്യൂമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി, കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
ഐറ്റംസ് കൺസിഡേർഡ് എ പാർട്ട് ഓഫ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ്, അതായത് ലെവൽസ് ഓഫ് പ്രോഡക്ട്സിനകത്തുണ്ടല്ലോ, ഓഗ്മെന്റഡ് പ്രോഡക്റ്റും കോർ പ്രോഡക്ട്സും ബെനിഫിറ്റ് പ്രോഡക്ട്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ. അതിലെ ഓഗ്മെന്റഡ് പ്രോഡക്ട്സിനകത്ത് വരാത്ത ഐറ്റംസ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഒന്ന് ഗ്യാരണ്ടി, ബി വാറന്റി, സി കോംപ്ലിമെന്ററി പ്രോഡക്ട്സ് ആൻഡ് ഡി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഓഗ്മെന്റഡ് പ്രോഡക്ട്സിന്റെ ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓഗ്മെന്റഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ഓഫർ ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരാം, അതായത് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടാതെ അവർക്ക്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് കൊടുക്കുന്നത് കൂടാതെ അവർക്ക് കൊടുക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സ്, ഗ്യാരണ്ടി, വാറന്റീസും ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ എന്താണ് ഈ ഓഗ്മെന്റഡ് പ്രോഡക്ട്സിനകത്ത് വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ എന്തൊക്കെ വരാം, വാറന്റീസ്, ഗ്യാരണ്ടി, കസ്റ്റമർ സപ്പോർട്ട്, ഫ്രീ ഡെലിവറി, ഇൻസ്റ്റലേഷൻ സർവീസ്, ലോയൽറ്റി പ്രോഗ്രാം, അതർ വാല്യൂ ആഡഡ് ഫീച്ചേഴ്സ്. അതായത് അവർക്ക് കൊടുക്കുന്ന സർവീസും പ്രോഡക്ട്സും കൂടാതെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടി അവർക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും അല്ലെ ബെനിഫിറ്റ്സും ആണ് എന്തെന്ന് പറയുന്നത് ഓഗ്മെന്റഡ് പ്രോഡക്ട്സിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പെടാത്തത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഗ്യാരണ്ടി വരുന്നുണ്ട്, വാറന്റി വരുന്നുണ്ട്, കോംപ്ലിമെന്ററി പ്രോഡക്ട്സുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ആയിട്ട് കോംപ്ലിമെന്ററി പ്രോഡക്ട്സ് ആയിട്ടും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ലോയൽറ്റി പ്രോഗ്രാംസുകൾ, അതുപോലെ എന്താണ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ്, പിന്നെ അഡീഷണൽ കോയിൻസ്, വാല്യൂ കോയിൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഈ ഓഗ്മെന്റഡിനകത്ത് വരുന്നതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് മാത്രമേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. എന്തെന്ന് പറയുന്നത്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. എന്താ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The given below statement are on board of directors of a company. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ആണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് only individuals can be appointed as a director. ഇൻഡിവിജ്വൽസിനെ മാത്രമേ ആരായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യാൻ പറ്റൂ, ഡയറക്ടർ ആയിട്ട് അപ്പോയിൻമെന്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനീസിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. ഏതാണ്, ലിസ്റ്റഡ് കമ്പനി. അവിടെ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനിയാണ്. അതിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ എങ്കിലും കമ്പൽസറി ആയിട്ട്, മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് കമ്പനീസിന്റെ കേസ് ആണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, മിനിമം 2 ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ഡയറക്ടർ. ദെൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഹോൾ ടൈം ഡയറക്ടറും ആയിരിക്കണം. ഇത് ഇത്രയുമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. എന്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനി ആക്ട് 2030 പ്രകാരമുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനീസിന്റെ മാനേജ്മെന്റ് സൂപ്പർവൈസ് ചെയ്യുക. ആ ഒരു എയിം ആണ്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആർക്കുള്ളത്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ കാര്യങ്ങൾ മാത്രം സൂപ്പർവൈസ് ചെയ്താൽ പോരാ, ഓർഗനൈസേഷന്റെ ഗോൾസ് അവരെന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണോ ആക്ടിവിറ്റീസ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. കമ്പനീസിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ only individual can be a director. ആ ഒരു one individual can be director. ഒരു ഇൻഡിവിജ്വൽ എന്തായിരിക്കണം, ഡയറക്ടർ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻറ്റിറ്റീസ് ലൈക്ക് എ കമ്പനി ഓർ ട്രസ്റ്റി കനോ സെർവ്സ് ആസ് എ ഡയറക്ടർ. അതായത് ഒരു എൻറ്റിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിക്കോ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടർ ആക്കി ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർക്ക് മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റൂ, only individual can be a director. ഇൻഡിവിജ്വലിന് മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റൂ. ആൻ എൻറ്റിറ്റി ഓർ എ ട്രസ്റ്റി കനോട്ട് ബിക്കം എ ഡയറക്ടർ ഓഫ് എ കമ്പനി. കമ്പനി ഡയറക്ടർ ആവാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കോമ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ കേസാണ്. അതിൽ
പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എ പ്രകാരം 1% കമ്പനി ആണെങ്കിൽ ഒരു ഡയറക്ടറും, പ്രൈവറ്റ് ആണെങ്കിൽ 2 ഡയറക്ടറും, പബ്ലിക് ആണെങ്കിൽ 3 ഡയറക്ടറും നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ആണ്? അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. സെക്ഷൻ 149 സബ്സെക്ഷൻ 1 അതുപോലെ തന്നെ സബ്സെക്ഷൻ എയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് കമ്പനി ആക്ട് 2030 പ്രകാരം. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്ര ആയിരിക്കണം വേണ്ടത്? അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. 1% കമ്പനി ആണെങ്കിൽ എത്ര ആയിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ കോമ്പോസിഷന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കമ്പനി എൻറ്റിറ്റിക്കോ അല്ലെങ്കിൽ ട്രസ്റ്റിക്കോ ആരാവാൻ പറ്റത്തില്ല, ഡയറക്ടർ ആവാൻ പറ്റത്തില്ല. ആർക്കേ പറ്റൂ? ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റൂ. ഇനി അതിന്റെ കോമ്പോസിഷൻ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 1% കമ്പനി ആണെങ്കിൽ ഒരു ഡയറക്ടർ, പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ഡയറക്ടർ, പ്രൈവറ്റ് ആണെങ്കിൽ എത്രയാണ്? 2 ഡയറക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാക്സിമം, അത് മിനിമത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞിരിക്കുന്നത്? 50 ആണ്, 15 ആണ്. ഇന്ത്യൻ ലോ പ്രകാരം 15 ഡയറക്ടേഴ്സ് എങ്കിലും മാക്സിമം പറ്റും. പക്ഷേ കമ്പനി ക്യാൻ അപ്പോയിന്റ് മോർ ദാൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ. അതായത് ഇന്ത്യൻ ലോ പ്രകാരം മാക്സിമം 15 ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കമ്പനിക്ക് ആരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ഈ 15ന്റെ എണ്ണം കൂട്ടാനുള്ള റൈറ്റ്സുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡൈവേഴ്സിറ്റിയുടെ കേസാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് ഹു ഡസ് നോട്ട് ഹാവ് എനി എന്ന് വെച്ചാൽ ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എപ്പോഴും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. അവർക്ക് കമ്പനിയുമായിട്ട് ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഡയറക്ടർ ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. കമ്പനിയുടെ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്തുമല്ല, ഒരു ഹോൾ ടൈം ഡയറക്ടർ അല്ല. ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മുഴുവനും ആ കമ്പനിയിൽ ഉണ്ടായിരിക്കണം, കമ്പനീസിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഹാൻഡിൽ ചെയ്യുന്ന ആളുമായിരിക്കണം. പക്ഷേ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. അവർക്ക് കമ്പനിയുടെ ഒരു കാര്യമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ട് അവർ ഏത് കാറ്റഗറിക്കകത്തും വരത്തില്ല. ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്തും ആര് വരത്തില്ല? ഈ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വരത്തില്ല. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ക്യാൻ അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ. ശരിയാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടറുമായി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പനി എൻറ്റിറ്റിയെയും ട്രസ്റ്റിയെയും ആരായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല? ഡയറക്ടറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരെ മാത്രമേ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റൂ? ഇൻഡിവിജ്വലിനെ മാത്രമേ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതുമായി ബന്ധപ്പെട്ട? ബോർഡ് ഓഫ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട്. രണ്ടാമത് അറ്റ്ലീസ്റ്റ്, അതായത് വുമൺ നമ്മുടെ ലിസ്റ്റഡ് കമ്പനീസിൽ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2030 പ്രകാരം ആരുണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 വുമൺ എങ്കിലും ഡയറക്ടറായിട്ട് ഉണ്ടായിരിക്കണം. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം എത്ര പറഞ്ഞിരിക്കുന്നത്? 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പബ്ലിക്കിൽ 3ഉം പ്രൈവറ്റ് 2ഉം 1% കമ്പനിയിൽ 1ഉമാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. മാക്സിമം പറഞ്ഞിരിക്കുന്നത് 15 ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യൻ ലോ പ്രകാരം ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ആ 15ന്റെ എണ്ണം നമുക്ക് കൂട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡി പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ടൈം ഡയറക്ടർ ആണെന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ ഏത് കാറ്റഗറി വരുന്നവരാണ്? നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് കമ്പനീസിന്റെ മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ലാത്ത ആൾക്കാരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അവർ എപ്പോഴും എന്താണ്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. അവർ ഒരിക്കലും വരത്തില്ല? ഹോൾ ടൈം ഡയറക്ടർ ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോൾ ടൈം ഡയറക്ടർ എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു ഹോൾ ടൈം ഡയറക്ടർ അല്ല, പകരം അവർ ആരാണ്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി. ആൻഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ക്യാൻ ബി എ ഹോൾ ടൈം ഡയറക്ടർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടർ ഓഫ് എ പബ്ലിക് കമ്പനി. ക്വസ്റ്റ്യൻസ് പബ്ലിക് കമ്പനിയുടെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. മെമ്പേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ മിനിമം എണ്ണമാണ് പബ്ലിക് കമ്പനിയുടെ കേസ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 7 മെമ്പേഴ്സും 7 ഡയറക്ടേഴ്സും, ബി പറഞ്ഞിരിക്കുന്നത് 7 മെമ്പേഴ്സും 3 ഡയറക്ടേഴ്സും, സി പറഞ്ഞിരിക്കുന്നത് 3 മെമ്പേഴ്സും 7 ഡയറക്ടേഴ്സും, ഡി പറഞ്ഞിരിക്കുന്നത് 3 മെമ്പേഴ്സും 3 ഡയറക്ടേഴ്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2030 പ്രകാരം the minimum number of members, shareholders and directors in a public companyയുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പബ്ലിക് കമ്പനിയിൽ മിനിമം വേണ്ട മെമ്പേഴ്സിന് എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7, അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ ബി ഓഫ് കമ്പനീസ് ആക്ട് 2030. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ടറിന്റെ എണ്ണമാണ്, തിരിഞ്ഞു പോവല്ലേ. ഡയറക്ടറിന്റെ കേസ് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? പബ്ലിക്കിൽ 3ഉം പ്രൈവറ്റിൽ 2ഉം 1% പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 ഇവിടെ ഡയറക്ടർ അല്ല ചോദിച്ചിരിക്കുന്നത്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? 7 മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതിൻ്റെ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ നമ്മൾ മെമ്പേഴ്സിന്റെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് വരുന്നത്, മറ്റേ ഡയറക്ടേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര പേരാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്? പബ്ലിക്കിൽ അറ്റ്ലീസ്റ്റ് 7 ആണ് വന്നേക്കുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ ബി ഓഫ് കമ്പനീസ് ആക്ട് 2030. There is no upper limit on number of members. അതായത് മാക്സിമം നമ്പർ എത്ര ആണെന്ന് പറഞ്ഞിട്ടില്ല. മിനിമത്തിന് മാത്രമേ എണ്ണം പറഞ്ഞിട്ടുള്ളൂ. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 7 മെമ്പർ എങ്കിലും പബ്ലിക്കിൽ ഉണ്ടായിരിക്കണം. മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. നോ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ നോ മാക്സിമം ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് സെക്ഷൻ 149 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? പബ്ലിക്കിൽ 3ഉം പ്രൈവറ്റിൽ 2ഉം 1% 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പബ്ലിക്കിൽ വേണ്ടത് എത്രയാണ്? അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പബ്ലിക്കില് മിനിമം ഉള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ഉം മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നേക്കുന്നത്? പബ്ലിക്കില് 2ആണ് വന്നേക്കുന്നത്. അപ്പൊ 7 ഷെയർ ഹോൾഡേഴ്സും മിനിമം ആണ്, 2 ഡയറക്ടേഴ്സുമാണ് ഇവിടെ വന്നേക്കേണ്ടത് പബ്ലിക് കമ്പനീസിൽ വരേണ്ടത്. അപ്പൊ 7ഉം അതുപോലെ തന്നെ 2ഉം വരേണ്ടത് ഏതാണ് വരുന്നത്? സോറി 2 അല്ലല്ലോ, പബ്ലിക് അല്ലേ നമുക്ക് വേണ്ടത് ഏതാണ്? 3ആണ്. 2 വരുന്നത് ഏതാണ്? പ്രൈവറ്റ് ആണ് വരുന്നത്. 1% കമ്പനി 1, പ്രൈവറ്റ് 2, പബ്ലിക് 3ആണ് വരുന്നത്. അപ്പൊ 7 മെമ്പേഴ്സും മിനിമം 7 മെമ്പേഴ്സ് അല്ലെങ്കിൽ 7 ഷെയർ ഹോൾഡേഴ്സും മിനിമം 3 ഡയറക്ടേഴ്സും ആയിരിക്കും ഒരു പബ്ലിക് കമ്പനിയിൽ വേണ്ടത്. അപ്പൊ 7 മെമ്പേഴ്സും 3 ഡയറക്ടേഴ്സും ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 7 മെമ്പേഴ്സും 3 ഡയറക്ടേഴ്സും. അതാണ് 7 മെമ്പേഴ്സ് ആൻഡ് 3 ഡയറക്ടേഴ്സ്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following can be used by company as a communication mix to reach target customers? ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി യൂസ് ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ മിക്സ് ഏതാണെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാനാണ്. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഇവന്റ്, പബ്ലിക് റിലേഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പേഴ്സണൽ സെല്ലിങ്. ഇതില് ഏതാണ് ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് നമ്മളെ അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ മിക്സുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പെയ്ഡ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് അഡ്വർടൈസിങ് എന്ന്. നോൺ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ടു ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളും കൺസ്യൂമറും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, ഒരു മീഡിയാസിന്റെ റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് പെയ്ഡ് നോൺ പേഴ്സണൽ എന്ന് ഏതിനെ പറയുന്നത്? അഡ്വർടൈസിങ്ങിനെ പറയുന്നത്. ഒരു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പല മീഡിയ ചാനൽസ് ആയ ടെലിവിഷൻസ്, റേഡിയോ, പ്രിന്റഡ് മീഡിയാസ്, ഓൺലൈൻ മീഡിയാസ്, ബിൽ ബോർഡുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആരിലേക്ക് എത്തിയാണ്? ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് കമ്പനീസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെയ്ഡ് നോൺ പേഴ്സണൽ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത്.
ദെൻ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്സ് ആണ്. ഡിസ്കൗണ്ടുകളും കൂപ്പൺസും കോണ്ടെക്സ്റ്റുകളും ഫ്രീ സാമ്പിൾസും ഒക്കെ ആർക്ക് കൊടുക്കുക? കസ്റ്റമേഴ്സിന് കൊടുക്കുക. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓഫേഴ്സുകൾ, ഒരു ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയാണ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫേഴ്സ്, ഡിസ്കൗണ്ടുകളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഈ സെയിൽസ് പ്രൊമോഷനകത്ത് വരുന്നതാണ്. ദെൻ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വലിയ കമ്പനീസുകളൊക്കെ ഇൻഡസ്ട്രി ഇവന്റ്സുകളും കോൺഫറൻസും ഒക്കെ ഹോസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയൊക്കെയാണ്? അവരൊരു ടാർഗറ്റ് ഓഡിയൻസിനെ അക്യൂർ ചെയ്യാൻ വേണ്ടി വലിയ വലിയ സെമിനാറുകൾ, കോൺഫറൻസുകൾ, വലിയ എക്സ്പോസുകളൊക്കെ അവർ കണ്ടക്ട് ചെയ്യും. എന്താണ്? ആ കമ്പനീസിന്റെ കാര്യങ്ങളൊക്കെ കൺസ്യൂമേഴ്സിലേക്ക് അറിയിക്കാൻ വേണ്ടി പല ഇവന്റുകൾ, അല്ലെങ്കിൽ പല മെഗാ ഇവന്റുകൾ അവരെന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ അടുത്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ കമ്പനീസിന്റെ ഇമേജസ് മാനേജ് ചെയ്യാൻ വേണ്ടി എന്താണ് അവർ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? നമ്മുടെ മീഡിയാസ്, പ്രസ് റിലീസ്, അതിലെ മീഡിയ റിലേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പബ്ലിക് റിലേഷൻസ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമെയിൽ വഴി, അല്ലെങ്കിൽ എന്താണ്, ഫോൺ കോൾ വഴി, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 1-on-1 ഇൻട്രാക്ഷൻ ആണ്. ആരുമായിട്ട്? പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ട്, ആ പ്രോഡക്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരാണ്? സെല്ലറും ബയറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്, ഈ പേഴ്സണൽ സെല്ലിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മിക്സുകൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അഡ്വർടൈസിങ് വരും, സെയിൽസ് പ്രൊമോഷൻ വരും, ഇവന്റ് വരും, പബ്ലിക് റിലേഷൻ വരും, ഡയറക്റ്റ് മാർക്കറ്റിംഗ് വരും, ഡയറക്റ്റ് സെല്ലിങ് വരും. ഈ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് വരുന്നത്, എ തൊട്ട് എഫ് വരെയുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നതാണ്. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എ, ബി, സി, ഡി, ഇ, എഫ് എല്ലാ ഓപ്ഷൻസും, അഡ്വർടൈസിങ് തുടങ്ങി പേഴ്സണൽ സെല്ലിങ് വരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ മിക്സും ആരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മിക്സുകളാണ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് മൊത്തം വരുന്നതാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്റ്റേജസ് ഇൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ? അതായത് PLC, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ വരാത്ത സ്റ്റേജുകൾ സ്റ്റേജ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, ഇക്വിലിബ്രിയം സ്റ്റേജ് ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ കൺഫ്യൂസിങ് വരാനുള്ള ഒരു ഏരിയയും കൂടെയാണ്. നമുക്കറിയാം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് 4 സ്റ്റേജേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ദെൻ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഗ്രോത്ത് സ്റ്റേജ്, മൂന്നാമത്തെ മെച്യൂരിറ്റി സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ് എന്താണ്? ഡിക്ലൈൻ സ്റ്റേജ്. ഈ 4 സ്റ്റേജിൽ കൂടെ ഉള്ളൂ. 4 സ്റ്റേജ് ആണ് ഏതിന് വരുന്നത്? പ്രോഡക്റ്റിനുള്ള നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് പോലെ തന്നെ സിമിലർ ആണ് ഏതിന്റെ എന്ന് പറയുന്നത്? പ്രോഡക്റ്റിന്റെ ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം എത്ര സ്റ്റേജസ് ആണ് ഒരു പ്രോഡക്ട്സിന് വരുന്നത്? 4 സ്റ്റേജ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് വരും, ഗ്രോത്ത് സ്റ്റേജ് വരും, അടുത്ത വരുന്ന സ്റ്റേജ് എന്താണ്? മെച്യൂരിറ്റി സ്റ്റേജ് ആണ് വരുന്നത്, ദെൻ ഡിക്ലൈൻ സ്റ്റേജ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജ് അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഏതില്ല? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനില്ല. ഏതൊക്കെയുള്ളൂ? ഇൻട്രൊഡക്ഷന്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. എന്തില്ല? ഇക്വിലിബ്രിയം ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൊമോഷൻ മിക്സ് ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഒരു കമ്പനിയുടെ പ്രൊമോഷൻ മിക്സിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? പേഴ്സണൽ സെല്ലിങ്ങും, പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവ്, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷന്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, പ്രൊമോഷൻ ഡിസിഷൻസ്, ദെൻ കൺസ്യൂമർ സൈക്കോളജി, ബയർ മോട്ടീവ്സ്, ബ്രാൻഡ് ഇക്വിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കില്ല. പ്രോഡക്ട്സിന്റെ പ്രൊമോഷന് വേണ്ടി എന്ന് വെച്ചാൽ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ? കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ്, അതാണ് ഈ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? അഡ്വർടൈസിംഗ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, വേർഡ്സ് ഓഫ് മൗത്ത് മീൻസ് വാഗുകൊണ്ട് പറയുന്നത്, അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അറിയാലോ, അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻസ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, വേർഡ്സ് ഓഫ് മൗത്ത്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ മിക്സ് എന്ന് പറയും. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ഓപ്ഷൻ ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ കംപ്രസസ് ഓഫ്. ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മിനിമം 3 ഡയറക്ടേഴ്സ് വിത്ത് എ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ബി ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. മിനിമം 3 ഡയറക്ടർ ഉണ്ടായിരിക്കണം, മെജോറിറ്റി ഡയറക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്നത് മിനിമം 2 ഡയറക്ടറും ബാക്കി മെജോറിറ്റി ഇൻഡിപെൻഡന്റ് ഡയറക്ടറും. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് മിനിമം 2 ഡയറക്ടറും മെജോറിറ്റി ഡിപ്പെൻഡന്റ് ഡയറക്ടറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി പറഞ്ഞാൽ നൺ ഓഫ് ദ എബോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഓഡിറ്റ് കമ്മിറ്റിയുടെ കേസസിൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ്. എത്ര ഡയറക്ടർ ഉണ്ടായിരിക്കണം ഓഡിറ്റ് കമ്മിറ്റിയിൽ? 3 ഡയറക്ടർ ഉണ്ടായിരിക്കണം. മെജോറിറ്റി ഡയറക്ടേഴ്സും ആര് തന്നെയായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടറും മെജോറിറ്റി മിനിമം 3 ഡയറക്ടറും മെജോറിറ്റി ഡയറക്ടർ ആരും ആയിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടറും ആയിരിക്കണം. എന്നിട്ട് അത് കൂടാതെ അതിൽ വരുന്ന മെമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 ഡയറക്ടേഴ്സും ബാക്കി മെജോറിറ്റി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുകൂടാതെ ആ എല്ലാ മെമ്പേഴ്സും അവർ ഫിനാൻഷ്യലി അവർ ലിറ്ററേറ്റ് ആയിരിക്കണം. മീൻസ് ആ ഒരു കോൺസെപ്റ്റുമായിട്ട് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 മെമ്പർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എക്സ്പെർട്ടൈസും ആയിരിക്കണം, ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അത് കൂടാതെ അറ്റ്ലീസ്റ്റ് 1 പേഴ്സണ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എക്സ്പെർട്ടൈസും ആയിരിക്കണമെന്നാണ് ഏത് കമ്മിറ്റിയുടെ കേസ് പറയുന്നത്? ഈ ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം മിനിമം 3 ഡയറക്ടറും മെജോറിറ്റി ഡയറക്ടർ ആരും ആയിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അവർക്ക് എല്ലാ മെമ്പേഴ്സിനും ഫിനാൻഷ്യലി അവർ ലിറ്ററേറ്റർ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലോ അവർ എന്തുമായിരിക്കണം? എക്സ്പേർട്ടും ആയിരിക്കണം. അപ്പൊ എന്താണ് വേണ്ടത്? മിനിമം 3 ഡയറക്ടേഴ്സും മെജോറിറ്റി ആരും ആയിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും ആയിരിക്കണം. മിനിമം 3 ഡയറക്ടേഴ്സും മെജോറിറ്റി ഡയറക്ടേഴ്സ് ആരും ആയിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും ആയിരിക്കണം. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. മിനിമം 3 ഡയറക്ടേഴ്സും മെജോറിറ്റി ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഏത് കാറ്റഗറി വരുന്നവരായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ആൾക്കാരായിരിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി വിച്ച് ഈസ് മാൻഡേറ്ററി ആസ് പെർ ദ കമ്പനീസ് ആക്ട് ഈസ് നോൺ ആസ്. അതായത് കമ്പനി ആക്ട് പ്രകാരം മാൻഡേറ്ററി ആയിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഹെൽഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ ആദ്യത്തെ മീറ്റിംഗിന്റെ പേരെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആനുവൽ ജനറൽ മീറ്റിംഗ്. ബി പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സി പറഞ്ഞിരിക്കുന്ന ബോർഡ് മീറ്റിംഗ്. ഡി പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് നോക്കാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ആദ്യത്തെ മീറ്റിംഗുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കുക. നോക്കിയേ, ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് AGM എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഷെയർ ഹോൾഡേഴ്സ് മീറ്റ് വിത്ത് കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജ്മെന്റുമായിട്ടുള്ള മീറ്റിംഗ് ആണ്. ആര് ഹെൽഡ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ചെയ്യുന്നത്. എന്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ? കമ്പനീസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഗവേണൻസും ഫ്യൂച്ചർ പ്ലാനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നത് 9 months ആയിരിക്കണം. മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 9 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ ഇൻകോർപ്പറേഷന് ശേഷം, കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം എത്ര ആണ്? 9 months. വിത്തിൻ 9 months ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Subsequent annual general meeting must be held within 6 months from the end of financial year. ശ്രദ്ധിച്ചോണം, ആദ്യത്തെ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യേണ്ട കേസ് പറഞ്ഞിരിക്കുന്നത് 9 months ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് വരുന്ന സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ആനുവൽ മീറ്റിംഗ് ഉണ്ടല്ലോ, അത് ഹെൽഡ് ചെയ്യേണ്ട മാസം എന്ന് പറയുന്നത് വിത്തിൻ 9 months ആണ്. എപ്പോഴാ? എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എപ്പോഴാണ് വരുന്നത്? March 31st ആണല്ലോ. 1st April തൊട്ട് 31st March വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അതിൽ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടിപ്പിക്കലി March 31st എത്താണ് സബ്സിക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യേണ്ട മന്ത് എന്ന് പറയുന്നത് എത്രയാണ്? വിത്തിൻ 6 months ആണ്. ആ മന്തുകൾ മാറിപ്പോലെ
ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ ആഫ്റ്റർ ഇൻകോർപ്പറേഷന് ശേഷം എന്താണ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന് ശേഷം ഫിനാൻഷ്യൽ ഇയറിൽ വിത്തിൻ 9 മന്തിലാണ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ചെയ്യേണ്ടത്. സബ്സിക്വന്റ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ 31 മാർച്ചിൽ വിത്തിൻ 6 മന്താണ് സബ്സിക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 15 മന്താണ് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. 2 ആനുവൽ അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ജനറൽ മീറ്റിംഗിനിടയിൽ മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടി? ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എന്തോ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനീസിലെ ഷെയർ ഹോൾഡേഴ്സ് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ്മെന്റിനോട് കമ്പനീസിന്റെ പെർഫോമൻസും അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയും. അതിലെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആദ്യം ഹെൽഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. അതാണ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ കേസ്. അതിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 9 months ആണ് ഫസ്റ്റ് കാലാവധി പറഞ്ഞത്. എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ കേസാണ് ആഫ്റ്റർ ഇൻകോർപ്പറേഷന് ശേഷം. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് വിത്തിൻ 6 മന്താണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമുക്ക് ഓപ്ഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ്. എന്തോ ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത്? Statutory meeting is the first mandatory meeting of shareholders of a public limited company after its incorporations. Incorporationsന് ശേഷം, അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പബ്ലിക് ലിമിറ്റഡ് കമ്പനി മാൻഡേറ്ററി ആയിട്ട് കമ്പൽസറി ആയിട്ടും ആദ്യം ഹെൽഡ് ചെയ്യുന്ന മീറ്റിങ്ങിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആസ് പെർ കമ്പനീസ് ആക്ട് 2030 പ്രകാരം. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഹെൽഡ് ചെയ്യുന്ന നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്പനി ഈസ് കമൻസ് ബിസിനസ്. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കമൻസ് ചെയ്യുക, അതായത് ആഫ്റ്റർ റിസീവിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കമൻസ് ചെയ്യാൻ മീൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വെച്ചിട്ടാണ് അതിന്റെ കാലാവധി പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ് ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ്. ആര് ഹെൽഡ് ചെയ്യുന്ന? പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഹെൽഡ് ചെയ്യുന്ന ആദ്യത്തെ മാൻഡേറ്ററി മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ലെസ് ദാൻ 1 month, 1 മാസത്തിൽ കുറയാതും, അതുപോലെ നോട്ട് മോർ ദാൻ 6 months, 6 മാസത്തിൽ കൂടാതും. ഇതിന്റെ ഇടയിൽ നിന്നുള്ള ഒരു മന്തിൽ വേണം ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഹെൽഡ് ചെയ്യാൻ. അപ്പൊ ഈ മീറ്റിംഗ് ഈ നോട്ട് ലെസ് ദാൻ 1 month നോട്ട് മോർ ദാൻ 6 months എന്നുള്ള ഒരു പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിന് ശേഷമായിരിക്കും? കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്തതിന് ശേഷമാണ് നോട്ട് ലെസ് ദാൻ 1 month നോട്ട് മോർ ദാൻ 6 months എന്ന കാലാവധി എവിടെ എടുക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിനകത്ത് ഫോളോ ചെയ്യുന്നത്. ഇനി ബോർഡ് മീറ്റിംഗിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. ആർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് അല്ല, ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയുള്ള മീറ്റിംഗ് അല്ല. സെക്ഷൻ 173 ഓഫ് കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അറ്റ്ലീസ്റ്റ് എത്ര ബോർഡ് മീറ്റിംഗ് എങ്കിലും ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? 4 ബോർഡ് മീറ്റിംഗ് എങ്കിലും ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഷെയർ ഹോൾഡേഴ്സിനല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബോർഡ് മീറ്റിംഗ് എന്ന് പറയാം. ഇനി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഇഷ്യൂ ദാറ്റ് റിക്വയർസ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിൽ ഹെൽഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പനീസിന്റെ എന്തെങ്കിലും മെർജേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കമ്പനീസിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമുള്ള സ്പെഷ്യൽ അറ്റൻഷൻസ് ഹെൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മീറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ, അതായത് കമ്പനി ആക്ട് 2030 പ്രകാരം പബ്ലിക് ലിമിറ്റഡ് കമ്പനി കമ്പൽസറി ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും ഹെൽഡ് ചെയ്യേണ്ട ആദ്യത്തെ മീറ്റിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യന്. അതെന്താണ് വരുന്നത്? അത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം നോട്ട് ലെസ് ദാൻ എത്രയാണ്? നോട്ട് ലെസ് ദാൻ 1 month നോട്ട് മോർ ദാൻ 6 months ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യണം. ഏത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻസ് കിട്ടിയതിന് ശേഷം. ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ കാലാവധി എന്ന് പറയുന്നത് 9 months ആണ് പറഞ്ഞിരിക്കുന്നത്.
അത് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, ആ ഒരു ഇതിന്റെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം വരുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് വരുന്നത്. ഇനിയും അത് കഴിഞ്ഞിട്ട് വരുന്ന സബ്സിക്വന്റ് ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 months ആണ്. അത് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എത്ര ആയിരിക്കും വരുന്നത്? March 31 സബ്സിക്വന്റ് ആയിട്ട് ഹെൽഡ് ചെയ്യുകയും വേണം. അപ്പം ഇവിടെ കമ്പൽസറി ആയിട്ട് പറഞ്ഞ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ്. ബോർഡ് മീറ്റിംഗ് ആർക്ക് വേണ്ടി ഉള്ളതല്ല, ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഉള്ളതല്ല, ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കാലാവധി അറ്റ്ലീസ്റ്റ് 4 മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയായിരിക്കും? സ്പെഷ്യൽ അറ്റൻഷൻ കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു എമർജൻസി രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയും. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ് വരുന്നത്. ആ കാലാവധിയും ആ മന്തും ഒക്കെ ഒന്ന് നോക്കിക്കോണേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനിയിലെ വേണ്ട മാക്സിമം, മിനിമം അല്ല മാക്സിമം നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 100 ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 200 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കമ്പനി ആക്ട് 2030 പ്രകാരം പ്രൈവറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സും ആണ് വേണ്ടത്. മിനിമം 2ഉം മാക്സിമം 200. ഇപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് കമ്പനിയിൽ എത്ര മിനിമം വേണം, എത്ര മാക്സിമം വേണം, എത്ര ഡയറക്ടേഴ്സ് വേണം, എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണം, അതിലൊന്നും കൺഫ്യൂസിങ് ആയി പോകരുത്. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൈവറ്റ് കമ്പനിയിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിനിമം 2ഉം മാക്സിമം 200ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. ദ മെമ്പേഴ്സ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് ക്യാൻ ബി ആൻ ഇന്ത്യൻ ഓർ ഫോറിൻ ഒറിജിൻ, എങ്ങനെ വേണമെങ്കിലും വരാം ആ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മിനിമം 2ഉം മാക്സിമം എത്ര നമുക്ക് വേണ്ടത്? 200ഉം ആണ് വേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. മിനിമം 2ഉം മാക്സിമം എത്രയാണ് വേണ്ടത്? 200ഉം ആണ് വേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്.